പശ്ചിമേഷ്യ ഇന്നും അശാന്തമാണ്. അമേരിക്കയും ഇസ്രയേലും കൈകോർത്തുകൊണ്ട് ഇറാനെതിരെ നടത്തുന്ന ആക്രമണത്തിന് ഇതുവരെയും അറുതിയുണ്ടായിട്ടില്ല. ഇപ്പോഴിതാ അമേരിക്ക അടുത്തതായി ലക്ഷ്യമിട്ടിരിക്കുന്നത് കരീബിയൻ ദ്വീപരാഷ്ട്രമായ ക്യൂബയെയാണ്. സമാനതകളില്ലാത്ത ഊർജ പ്രതിസന്ധിയിലൂടെയുമാണ് ഇന്ന് ക്യൂബ കടന്നു പോകുന്നത്. സാമ്പത്തിക ഉപരോധം കൂടുതൽ ശക്തമാക്കി ക്യൂബയെ വരിഞ്ഞു മുറുക്കാനാണ് ഈ രണ്ടാം വരവിൽ അമേരിക്കയുടെ ലക്ഷ്യം. വെനസ്വേലക്കും ഇറാനും ശേഷം ട്രംപിന്റെ അടുത്ത ഊഴം ക്യൂബ തന്നെയാകും. ഊർജ പ്രതിസന്ധി അടക്കം വരുത്തി ക്യൂബൻ ജനതയെ ഇരുട്ടിൽ നിർത്തുമ്പോൾ അവർക്ക് അതിജീവിക്കാൻ ചരിത്രം അവശേഷിപ്പിച്ച ഒരു കനലുണ്ട്. ഐതിഹാസിക പോരാട്ടത്തിലൂടെ ക്യൂബയെ വിമോചിപ്പിച്ച പോരാളി, വിപ്ലവാനന്തരം പതിറ്റാണ്ടുകൾ പതരാതെ രാജ്യത്തെ നയിച്ച നായകൻ, അമേരിക്കയുടെ തിട്ടൂരങ്ങളെ കൂസാത്ത കാസ്ട്രോ, ക്യൂബൻ തെരുവുകളെ തീപിടിപ്പിച്ച ആ ചുവന്ന നക്ഷത്രം, ഫിദൽ അലഹാൻഡ്രോ കാസ്ട്രോ റൂസ്. സ്വാതന്ത്ര്യത്തിനും സാഹോദര്യത്തിനുമായി നിലകൊള്ളുന്ന ഏതൊരു മനുഷ്യനും ആവേശം പകരുന്നതാണ് ഫിദലിന്റെ ഐതിഹാസിക ജീവിതം. അമേരിക്കയോട് നേരിട്ട് ഏറ്റുമുട്ടാൻ തയ്യാറായ ധൈര്യത്തിന്റെ പേര് കൂടിയാണ് കാസ്ട്രോ. 1959 ക്യൂബൻ വിപ്ലവത്തിലൂടെ അധികാരത്തിലെത്തിയ കാസ്ട്രോ അമേരിക്കൻ സാമ്പത്തിക രാഷ്ട്രീയ സ്വാധീനത്തിൽ നിന്ന് തന്റെ രാജ്യത്തെ അടർത്തി മാറ്റാൻ ശ്രമിച്ചു. അമേരിക്കൻ കമ്പനികളുടെ സ്വത്തുക്കൾ ദേശീയവൽക്കരിച്ചു. സോവിയറ്റ് യൂണിയനുമായി അടുപ്പം സ്ഥാപിച്ചു. അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധം തുടർന്നു. കാസ്ട്രോയെ താഴെയിറക്കാൻ അണിയറയിൽ പല തന്ത്രങ്ങളും മെനയപ്പെട്ടു. പക്ഷേ അവയൊന്നും ആ തീനാളത്തേക്കെടുത്താൻ മതിയായിരുന്നില്ല. ക്യൂബയുടെ പരമാധികാരം എന്ന ആശയമായിരുന്നു അമേരിക്കൻ ഉപരോധത്തിനിടയിലും കാസ്ട്രോ മുന്നോട്ട് വെച്ചത്. ഒരു രാജ്യത്തിന്റെ രാഷ്ട്രീയ സംവിധാനം എങ്ങനെയായിരിക്കണമെന്ന് പുറത്തുനിന്നുള്ള ഒരു ശക്തിയും തീരുമാനിക്കരുതെന്ന് അടിയുറച്ചു നിന്നു. ഏതൊരു ചെറിയ രാജ്യത്തിന്റെ നേതാവിനും ലോക രാഷ്ട്രീയത്തിൽ എത്ര വലിയ സ്വാധീനം ചെലുത്താനാകുമെന്ന് തന്റെ ജീവിതം കൊണ്ട് കാസ്ട്രോ തെളിയിച്ചു. എല്ലാ മനുഷ്യരും തുല്യരായി ജീവിക്കുന്ന സമത്വസുന്ദരമായ ലോകമായിരുന്നു കാസ്ട്രോയുടെ സ്വപ്നം. അതിനായി ജീവിതം മുഴുവനും ആ ധീര വിപ്ലവകാരി പോരാടി. മനുഷ്യസ്നേഹിയായ വിപ്ലവകാരി എന്ന ലോകം ഫിദൽ കാസ്ട്രോയെ രേഖപ്പെടുത്തിയത് വെറുതെയല്ല. സാമ്രാജ്യത്വ അധിനിവേശങ്ങൾക്കെതിരെ ശബ്ദമുയർത്തി. അമേരിക്കയുടെ എതിർപ്പുകളെയും ഉപരോധങ്ങളെയും മറികടന്നാണ് കാസ്ട്രോ കമ്മ്യൂണിസ്റ്റ് ക്യൂബയെ പുരോഗതിയിലേക്ക് നയിച്ചത്. തൊഴിലാളി വർഗ സമര പോരാട്ടങ്ങളിൽ സാർവദേശീയ ഐക്യം രൂപപ്പെടുത്താൻ കാസ്ട്രോ ശ്രമിച്ചു. മനുഷ്യവിരുദ്ധ വലതുപക്ഷ രാഷ്ട്രീയത്തിനെതിരെ നിരന്തരം ശബ്ദമുയർത്തി. ലാറ്റിൻ അമേരിക്കയിലെയും ആഫ്രിക്കയിലെയും വിമോചന പോരാട്ടങ്ങൾക്ക് ശക്തി പകരാൻ ആ ജീവിതത്തിനായി. ലോകത്തെവിടെയുമുള്ള വിപ്ലവ പോരാട്ടങ്ങൾക്കും കാസ്ട്രോയുടെ ജീവിതം ഊർജം പകർന്നു. കാസ്ട്രോയുടെ ജനനം ക്യൂബൻ ചരിത്രത്തിലെ ഒരു യുഗാരംഭമായിരുന്നു. കേവലം ഏതെങ്കിലും ഒരു സംഭവമായിരുന്നില്ല കാസ്ട്രോയുടെ രാഷ്ട്രീയ ജീവിതത്തിന് ആധാരം. ക്യൂബൻ മണ്ണിന്റെ ചരിത്രവും അന്നത്തെ സാമൂഹിക രാഷ്ട്രീയ ചുറ്റുപാടുകളുമാണ് കാസ്ട്രോയുടെ ഉള്ളിൽ വിപ്ലവത്തിന്റെ കനൽ കോരിയിട്ടത്. സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലായിരുന്നു കാസ്ട്രോയുടെ ജനനം. സമ്പന്നനായ ഒരു തോട്ടമുടമയുടെ മകൻ. ബാല്യത്തിൽ ദാരിദ്ര്യം എന്തെന്ന് അയാൾ അറിഞ്ഞതേയില്ല. പിതാവിന്റെ തന്നെ ഫാമിലെ ജോലിക്കാരിയായിരുന്ന ലീന റൂസാണ് ഫിദലിന്റെ അമ്മ. ഫിദൽ കാസ്ട്രോയുടെ ചിന്തകൾക്കും ആശയങ്ങൾക്കും അടിത്തറയൊരുക്കിയതും അമ്മ തന്നെ. ഗ്രാമീണ ജീവിത യാഥാർത്ഥ്യങ്ങളും സാധാരണക്കാരായ മനുഷ്യരോടുള്ള അടുപ്പവും ബാല്യത്തിൽ തന്നെ ഫിദലിനെ ഏറെ സ്വാധീനിച്ചു. സമൂഹത്തിലെ അസമത്വങ്ങളെക്കുറിച്ച് അന്നു മുതൽ തന്നെ അയാൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കണം. ഫിദലിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ യഥാർത്ഥ ഘട്ടം ആരംഭിക്കുന്നത് 1945 ഹവാന സർവകലാശാലയിൽ നിയമപഠനത്തിനായി ചേർന്നതോടെയാണ്. ക്യൂബൻ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ കേന്ദ്രമായിരുന്ന യൂണിവേഴ്സിറ്റി ക്യാമ്പസ് കാസ്ട്രോയ്ക്ക് വളരാനുള്ള നിലമൊരുക്കി. അഴിമതിക്കും സാമ്രാജ്യത്വത്തിനുമെതിരെ ശബ്ദമുയർത്തിയ വിദ്യാർത്ഥി മുന്നേറ്റങ്ങളിലെല്ലാം ഫിദൽ സജീവ സാന്നിധ്യമായി. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ വിപ്ലവ ചരിത്രങ്ങളും മാർക്സിയൻ ചിന്തകളും ക്യൂബൻ ദേശീയ നായകനായ ഹോസെ മാർട്ടിയുടെ ആശയങ്ങളുമെല്ലാം അദ്ദേഹത്തെ സ്വാധീനിച്ചു. അനീതിയോട് സന്ധി ചെയ്യാൻ ഫിദൽ ഒരുക്കമായിരുന്നില്ല. തന്റെ രാജ്യത്തെ വിദേശാധിപത്യത്തിൽ നിന്നും അഴിമതിയിൽ നിന്നും മോചിപ്പിക്കുക എന്നതായിരുന്നു അയാളുടെ ലക്ഷ്യം. പിന്നീട് ഒരു സാധാരണ വിദ്യാർത്ഥിയിൽ നിന്ന് വിപ്ലവകാരിയിലേക്ക് ഫിദൽ നടന്നു കയറുന്നതിന് ലോകം സാക്ഷിയായി. ഇന്ന് ക്യൂബയ്ക്ക് കരുത്തായുള്ളതും കാസ്ട്രോയുടെ ജീവിതവും അദ്ദേഹം കാട്ടിക്കൊടുത്ത പോരാട്ടത്തിന്റെ വീഥികളുമാണ്. മനുഷ്യവിമോചനത്തിനു വേണ്ടിയുള്ള പോരാട്ടങ്ങളിലെല്ലാം ഫിദൽ കാസ്ട്രോയുടെ ഓർമ്മകൾ കരുത്താകും. ശത്രുക്കളെ കൂസാതെ തന്റെ രാജ്യത്തെ നയിച്ച കാസ്ട്രോയുടെ ഓർമ്മകൾ അമേരിക്കൻ തിട്ടൂരങ്ങൾക്കെല്ലാം മുകളിൽ ക്യൂബയ്ക്ക് വെളിച്ചമായി ഉണ്ടാകും.